ഓം ശാന്തി. നമ്മുടെ മനസ്സ് സത്യമായ അറിവ് ആർജിച്ച ശേഷം എവിടേക്ക് നമ്മൾ ധ്യാനനിരതമാകണമോ അവിടേക്ക് മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ കാണാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ശാന്തമായ അവസ്ഥയും സന്തോഷമായ അവസ്ഥയും നമുക്ക് കൈവരിക്കാൻ കഴിയും. കൂടെ കാരണങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും നമുക്ക് പലപ്പോഴും പല ഭയങ്ങളും നമ്മുടെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കാറുണ്ട്. ഈ ഭയങ്ങളെ നീക്കം ചെയ്യുവാനും ധ്യാനം സഹായിക്കും. ഇതിൻ്റെ സയൻസാണ് നമ്മൾ ഇന്നൊന്ന് പഠിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ലോകത്ത് തന്നെ നിലനിൽക്കുന്ന നിയമമാണ് വാഹന നിയമം അഥവാ റോഡിൻ്റെ ഗതാഗത നിയമങ്ങൾ. വാഹനം ഉപയോഗിച്ച് റോഡിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് പല നിയമങ്ങളുണ്ട്. ആ നിയമം എനിക്ക് അറിയുമോ ഇല്ലയോ, ആ നിയമം ഞാൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ആ നിയമം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഇതുപോലെ ധ്യാനം എന്നുള്ളത് ജീവിതം എങ്ങനെ സുഖപ്രദമാക്കാമെന്നും അഥവാ ജീവിതത്തിൽ സുഖം ഇല്ല, ശാന്തി ഇല്ല, ദുഃഖവും അശാന്തിയുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശൂന്യതയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് കാരണം എന്താണെന്നും അന്വേഷിക്കുകയും കണ്ടെത്തുകയും നിവാരണത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതിനുള്ള സഹജമായ പ്രക്രിയയാണ് ജ്ഞാനവും ധ്യാനവുമെല്ലാം. ഇപ്പോൾ ഒരു ഗതാഗതം തന്നെ എടുത്തു നോക്കാം. ഒരു റോഡിൽ ഒരു 2 വീലർ എടുത്ത് നമുക്ക് ഓടിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ആ 2 വീലറിന് ആദ്യം ബുക്കും പേപ്പറെല്ലാം ഉണ്ടായിരിക്കണം. അത് ഓടിക്കുന്ന എൻ്റെ ലൈസൻസ് എൻ്റെ കൈവശം ഉണ്ടായിരിക്കണം. അതിൻ്റെ പുക പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ടാക്സ് സർട്ടിഫിക്കറ്റ് എല്ലാം അതിൽ തന്നെ വച്ചിരിക്കണം. പിന്നെ ഒരു ഹെൽമറ്റും ധരിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി എന്തായാലും അതിലുണ്ടായിരിക്കേണ്ടതാണ്. ഇനി ചിന്തിക്കുക, ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാതെ, അറ്റ്ലീസ്റ്റ് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്നിരിക്കട്ടെ, ഞാൻ റോഡിലൂടെ 2 വീലർ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ചിന്തിക്കൂ. എൻ്റെ കണ്ണുകൾ റോഡിൻ്റെ ഇരുവശത്തേക്കും മിക്കവാറും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ കണ്ണുകൾ പോലീസിനെ തേടുന്നുണ്ടായിരിക്കും. എവിടെയെങ്കിലും പോലീസ് ഉണ്ടാകുമോ, കൈ കാണിക്കുമോ, പിടിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനകത്ത് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും തീർച്ചയായും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ല. ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരുന്നാലും ദുഃഖമാണ്, അല്ലെങ്കിൽ പേടിയാണ് അവിടെ ഫലം. അതുപോലെ തന്നെ ചെയ്യരുതാത്തൊരു കാര്യം ചെയ്താലും അവിടെ ദുഃഖമാണ് ഫലം. ശ്രദ്ധിക്കുക, ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴും ദുഃഖം അവിടെ ഫലം ആയിട്ടുണ്ടാകുന്നു. ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യുമ്പോഴും ദുഃഖം അവിടെ ജനിക്കുന്നു. ഇതാണ് നിയമം. അപ്പം ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ഒക്കെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മനസ്സ് ആദ്യമൊന്ന് ശാന്തമാകണം. ശാന്തമല്ലാത്ത മനസ്സിൽ ഈ വിവേചനം ഒന്നും ഉണ്ടാവില്ല. ആ ശാന്തമാകാനുള്ള വിദ്യയുടെ പേരാണ് ധ്യാനം. ശരി, എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ഞാൻ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി മറ്റൊരു വശം ചിന്തിക്കുക. എൻ്റെ കയ്യിൽ എല്ലാ നിയമങ്ങളും പെർഫെക്റ്റായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ടതെല്ലാം പെർഫെക്റ്റാണ്. ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് അതേ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ മുഴുവനും പോലീസുകാരാണ്. എന്തോ ആവശ്യ കാരണത്താൽ റോഡിൽ മുഴുവൻ പോലീസ് ചെക്കപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് യാതൊരു ഭയവും ഉണ്ടാവില്ല. മറ്റേ അവസരത്തിൽ ഒരു പോലീസ് പോലും ഇല്ലാഞ്ഞിട്ട് പോലും എനിക്ക് പോലീസ് ഉണ്ടാകുമോ എന്നുള്ള ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഇവിടെ നിറയെ പോലീസ് എൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് യാതൊരു ഭയവുമില്ല. അപ്പോൾ മനസ്സിലായോ, പോലീസല്ല എനിക്ക് പ്രശ്നം. പോലീസ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുമില്ല, എന്നെ സഹായിക്കുന്നുമില്ല. വാസ്തവത്തിൽ പോലീസ് ഒരു കാര്യത്തെ പരിശോധിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഈ പുറമേ കാണുന്ന രംഗങ്ങളെല്ലാം പോലീസിനെ പോലെയാണ്. അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഞാൻ ചെയ്യരുതാത്തത് ചെയ്യുമ്പോഴും അഥവാ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴുമാണ് എൻ്റെ ജീവിതം പ്രശ്നത്തിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റൊരു കാര്യം ഇതിൽ ചിന്തിക്കണം. ഈ ഒരു കറുത്ത ടാറിട്ട ഒരു റോഡിൽ ഒരു വാഹനം കൊണ്ട് പോകണമെങ്കിൽ ഇത്രയും നിയമങ്ങൾ ഉണ്ട്.
അങ്ങനെയെങ്കിൽ ഓടിച്ചു പോകുന്ന ആളുകൾക്ക് ഇത്രയും നിയമങ്ങൾ പാലിക്കണമെങ്കിൽ ഈ മഹാപ്രപഞ്ചത്തിൽ, ഭൂമിയിൽ എത്രയോ ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നു. അതിൽ ഒരു ജീവജാലമാണ് മനുഷ്യൻ. ഏറ്റവും ഉന്നതനായ ജീവി എന്നെല്ലാം പറയുന്നു. എന്നാൽ ലോകത്ത് ഇത്രയധികം ജീവജാലങ്ങളുടെ ഇടയിൽ സമൂഹജീവിയായി മനുഷ്യൻ ജീവിക്കുമ്പോൾ ഈ ഭൂമിയാകുന്ന പാതയിൽ ശരീരമാകുന്ന വാഹനത്തിലിരുന്ന് ആത്മാവാകുന്ന ഡ്രൈവർ ഈ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭൂമിയിൽ പാലിച്ചിരിക്കേണ്ട നിയമവ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വ്യവസ്ഥ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കണമല്ലോ. ഒരു വ്യവസ്ഥയില്ലാതെ ഒരിക്കലും ഒന്നും ഉണ്ടാവില്ലല്ലോ ലോകത്ത്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ജീവിതമാകുന്ന യാത്രയിൽ ശരീരത്തെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ ആത്മാക്കളെയും അവർ ചെയ്തിരിക്കേണ്ട നിയമങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിടികൂടാൻ കഷ്ടകാലങ്ങൾ എന്ന പോലീസ് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് കഷ്ടകാലം വന്നു ചേരുന്നു, നമുക്ക് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു, ദുഃഖം വന്നു ചേരുന്നു, മാനസിക വിഷമതകൾ വന്നു ചേരുന്നു, ശാരീരിക വിഷമതകൾ വന്നു ചേരുന്നു. ഇതിന് കാരണം എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യരുതാത്തത് ചെയ്തിരിക്കുന്നു. ഇതാണ് കാരണം. ഇനി ചിലർ പറയാറുണ്ട്, നമ്മളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ സഹയാത്രികർ, നമ്മുടെ ജീവിതത്തിലൊപ്പമുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് നമ്മുടെ എതിരാളികളും നമ്മുടെ സഹയോഗികളും പലതും ചെയ്യുന്നുണ്ടായിരിക്കും. അവരുടെ തെറ്റുകളും നമ്മളെ ബാധിച്ചേക്കില്ലേ എന്ന്. ഇപ്പോൾ ഞാൻ റോഡിലൂടെ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന മറ്റ് വാഹനത്തിൻ്റെ ഉടമസ്ഥർ, മറ്റു ഡ്രൈവർമാർ, അല്ലെങ്കിൽ എൻ്റെ എതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർ, ഇതിലാരൊക്കെയോ പിഴവുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരുടെ വാഹനം ഓടിക്കുന്നത് ശരിയല്ല, ട്രാഫിക് റൂൾസ് പാലിക്കുന്നില്ല, അവർ ഓവർ സ്പീഡാണ്, അവരുടെ വണ്ടിക്ക് നിയന്ത്രണമില്ല, അവർ ഹോൺ അടിക്കുന്നു, അവർ ലൈറ്റ് ഇടുന്നു, എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എനിക്കവിടെ എന്ത് ചെയ്യാൻ കഴിയും? എനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അകത്തെ ബ്രേക്ക് പോയി ചവിട്ടാൻ പറ്റില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റിയറിംഗ് പോയി കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ കയ്യിലുള്ളത് എൻ്റെ വാഹനത്തിൻ്റെ കൺട്രോൾ മാത്രമാണ്. അപ്പോൾ എതിരെ വരുന്ന വാഹനങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് പോകണം. എതിരെ വരുന്ന വാഹനങ്ങൾ മര്യാദ തെറ്റിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഞാൻ കൂടുതൽ മര്യാദ പാലിക്കേണ്ടി വരും. അതായത് ഒന്ന് വേഗത ചുരുക്കി ഒരു സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് പോകേണ്ടി വരും, ജീവൻ വേണമെങ്കിൽ. ഇതൊരു റോട്ടിൽ നമുക്ക് പാലിക്കേണ്ടി വരും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എതിരെ വരുന്ന വാഹനം നിയന്ത്രണം തെറ്റിയിട്ട്, എതിരെ വരുന്ന വാഹനം സ്പീഡ് കൂട്ടിയിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുക, ഞാനും നിയന്ത്രണം തെറ്റിക്കാൻ പോവുക, ഞാനും സ്പീഡ് കൂട്ടാൻ പോവുകയാണ്. എന്തായിരിക്കും ആ റോഡിൽ സംഭവിക്കുക? സാധാരണ നിലയിൽ നടക്കേണ്ട ഒരു അപകടം ഇരട്ടി അപകടമായി മാറും. അത് രണ്ടുപേരുടെ സ്പീഡ് കൂടുന്ന കാരണത്താൽ ഒരു വലിയ അപകടമായിട്ട് മാറും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരാൾ, നമ്മുടെ എതിരെയുള്ള ഒരാൾ കൂടുതൽ ക്ഷോഭിക്കുമ്പോൾ നമ്മളും കൂടുതൽ ക്ഷോഭിക്കുകയല്ല വേണ്ടത്. ഒരിടത്ത് തീപിടുത്തം നടക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് ഫയർഫോഴ്സ് വന്നിട്ട് ചെയ്യുന്നത് വെള്ളം തെളിക്കുകയാണ്. തീ ഉപയോഗിച്ചിട്ട് ഒരിക്കലും തീ അണയ്ക്കാൻ പറ്റില്ലല്ലോ, വെള്ളം ഉപയോഗിച്ചിട്ടാണ് തീ അണയ്ക്കുക. ഇതുപോലെ ഒരാൾ ചൂടായിരിക്കുകയാണ്, ചൂട് തണുപ്പിക്കാൻ വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഒരാൾ ചൂടായാൽ നമ്മൾ തണുപ്പാവണം. ചൂടാവുന്നതിന് പകരമായിട്ട് ചൂടാവുകയല്ല വേണ്ടത്, തണുപ്പാവുക വേണ്ടത്, ശാന്തമാവുക വേണ്ടത്. അതിനാണ് ധ്യാനം നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ടൊരു സന്തുലനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും എത്ര വികരാളമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ മാനസികമായ ശാന്തിയും സമാധാനവും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ആദ്യം അവനവൻ ശാന്തമാകുക, സന്തുഷ്ടനാവുക, സമാധാനപ്രിയനാവുക. അതിനുശേഷം മതി മറ്റുള്ളവരുടെ കാര്യവും ലോകത്തിലെ കാര്യങ്ങളൊക്കെ. എൻ്റെ കയ്യിൽ ഒരു 10 രൂപ സമ്പാദിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ഒരു 5 രൂപ കൊടുത്ത് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അതുപോലെ എൻ്റെ കയ്യിൽ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു കണിക പോലും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഈ ലോകത്തിൽ മറ്റുള്ളവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒരാളെ എനിക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല, ഒരാളുടെയും പ്രശ്നം എനിക്ക് തീർക്കാൻ പറ്റില്ല. ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയണവർ കണ്ടിട്ടില്ലേ? ഒരു പാഠവും നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ലേ. നമുക്ക് വല്ല പാഠവും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ മാത്രമാണ്. നമ്മളെ പാഠം പഠിപ്പിക്കാൻ അഥവാ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു ടീച്ചർ സ്കൂളിൽ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ടീച്ചർ ആ പാഠം സ്വയം വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലിരുന്നോ പഠിച്ചു നോക്കിയിട്ടുണ്ടാവും. സ്വയം പാഠം പഠിച്ച ശേഷമേ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ പറ്റൂ. പക്ഷേ ഇന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അഥവാ നമ്മൾ ദേഷ്യപ്പെട്ടോ മൂഡ് ഓഫ് ആയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്ക് വശപ്പെടുകയാണെങ്കിൽ
അത് ധ്യാനം അഭ്യസിക്കുന്നവനാവട്ടെ അല്ലാത്തവനാവട്ടെ, ഏതൊരുവൻ്റെയും മനസ്സിൽ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടായിട്ട് പ്രശ്നങ്ങൾ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക, മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കാനായിരിക്കും പിണങ്ങി നടന്നിട്ടുണ്ടാവുക. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ ഇടിമിന്നലെല്ലാം നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നമ്മൾ അൺപ്ലഗ് ചെയ്തിടാറ്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഇടിമിന്നലിൻ്റെ ഓവർ ഇലക്ട്രിസിറ്റി ഫോഴ്സ് അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇമോഷണൽ തണ്ടർ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ്, നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭയങ്കര ഹൈ നെഗറ്റീവ് എനർജി, ഈ എനർജി നമ്മുടെ ബോഡിയിലേക്ക് ഫുൾ ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട്, എല്ലായിടത്തേക്കും അത് വ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയുടെ കണ്ണ് ചുവക്കുന്നതായിട്ടും നാവുകളും വിറയ്ക്കുന്നതായിട്ടും കയ്യും കാലൊക്കെ വിറയ്ക്കുന്നതായിട്ടും അയാൾക്ക് പെട്ടെന്ന് വിശക്കുന്നതായിട്ടും കിതപ്പ് കൂടുന്നതായിട്ടും ഹൃദയമിടിപ്പ് കൂടുന്നതായിട്ടും ഒക്കെ കാണാം. അയാളുടെ മനസ്സിലാ ദേഷ്യമുണ്ടായത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവനും അതിൻ്റെ റിയാക്ഷൻ കാണാം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച ഒരു ഹൈ വോൾട്ടേജ് നെഗറ്റീവ് എനർജി അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ മുഴുവൻ വ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനും വാഷിംഗ് മെഷീനും ടി വിക്കൊക്കെ 10,000 50,000 രൂപ മാത്രം വിലയുള്ള ഉപകരണങ്ങളാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വില എന്താ? നമ്മുടെ കരളിൻ്റെ വില എന്താ? നമ്മുടെ കണ്ണിൻ്റെ വില എന്താ? നമ്മുടെ ആമാശയത്തിൻ്റെ കിഡ്നിയുടെയൊക്കെ വില എന്താ? ഒരിക്കലും അൺപ്ലഗ് ചെയ്തിടാൻ പറ്റാത്ത ഉപകരണങ്ങൾ, ശരീരത്തിൽ സദാ ആത്മാവിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ഉപകരണങ്ങൾ, ഇത് അൺപ്ലഗ് ചെയ്തിടാൻ പറ്റില്ല. അഥവാ നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്നുവെങ്കിൽ ഇതെല്ലാം ഒന്ന് അൺപ്ലഗ് ചെയ്തിട്ടിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവയവങ്ങൾ നശിച്ചു പോകും. നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ, ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് തന്നെ പറയുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിൽ 85% അസുഖങ്ങൾ, ഇന്ന് നമ്മൾ കാണപ്പെടുന്ന കൂടുതലും അസുഖങ്ങൾ മാനസികമായ സന്തുലനം ഇല്ലാത്തത് കൊണ്ടാണ് അത്രയും ഉണ്ടാകുന്നത്. മാനസികമായ സന്തുലനം തെറ്റിയാൽ നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയെ അത് ബാധിക്കും. എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈച്ച് തോട്ട് ഹാവ് എ ഹോർമോൺ. ഓരോ ചിന്തകൾക്കും അനുസരിച്ചൊരു ഹോർമോൺ ഉണ്ട്. ഒരു ഇഷ്ടപ്പെട്ട പലഹാരത്തെ, വിഭവത്തെക്കുറിച്ച് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവിൽ വെള്ളമൂറുന്നു. ഒരു ആഹാര പദാർത്ഥത്തെക്കുറിച്ചുള്ള ചിന്ത സമ്മാനിച്ചപ്പോൾ ആ ചിന്ത നിങ്ങളുടെ നാവിൽ സലൈവയെ ഉൽപ്പന്നമാക്കി. ഒരു വിഷമിപ്പിക്കുന്നൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുനീരുണ്ടാകുന്നു. ഒരു തോട്ടിൽ നിന്ന് ഒരു എൻസൈം ഉണ്ടാവുകയാണ്. ഇതുപോലെ ശരീരത്തിലെ ഓരോ ഗ്ലാൻഡുകളും ഓരോ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ എത്രയെത്ര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചിന്തകൾക്കനുസരിച്ച്. ഇത് നെഗറ്റീവ് ചിന്തകൾക്കനുസരിച്ച് നെഗറ്റീവ് ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ബോഡിയിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഉണ്ടായാൽ പ്രശ്നമാണ്. 2 കാര്യമേ ചെയ്യാൻ പറ്റൂ. ഒന്നുകിൽ ആ വികാര വിക്ഷോഭങ്ങൾ അടിച്ചമർത്തേണ്ടി വരും. അടിച്ചമർത്തിയാൽ അവയവങ്ങൾ തകരും. സപ്രസ്ഡ് ഫീലിങ്സ് എല്ലാം നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നത്തിലേക്ക് ഭാവിയിൽ നമ്മളെ നയിക്കും. എന്നാൽ പുറത്തേക്ക് ചീറ്റിയാൽ ബന്ധങ്ങൾ തകരും. അകത്ത് അടിച്ചമർത്തിയാൽ അവയവങ്ങളും മനസ്സും, പുറത്തേക്ക് ചീറ്റിയാൽ മറ്റുള്ളവരുടെ മനസ്സും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളും തകരും. എന്തായാലും അവിടെ ഒരു വിനാശം സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ വികാര വിക്ഷോഭങ്ങളെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഉണ്ടായി വരുന്നു, എൻ്റെ ഉള്ളിൽ മൂഡ് മാറുന്നു എന്ന് മനസ്സിലാകുമ്പോഴേക്ക് തന്നെ അതിനെ പിടിക്കാൻ, അതിനെ സന്തുലനം ചെയ്യാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കണം. ഒരു പ്രശ്നമുണ്ടാക്കുക, പിന്നെ അതിനെ പരിഹരിക്കുക. ഇങ്ങനെ ധ്യാനത്തെ ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ട്. ടെൻഷനാവും, അപ്പോൾ വന്ന് ധ്യാനത്തിനിരിക്കും, അപ്പോൾ ടെൻഷനെല്ലാം പോകും. പിന്നെ വീണ്ടും കുറേ കാര്യങ്ങളിൽ മുഴുകും, വീണ്ടും ടെൻഷൻ വരും, ധ്യാനത്തിനിരിക്കും. അപ്പോൾ ഇത് ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുന്നു, രോഗം മാറ്റുന്നു, പിന്നെ വീണ്ടും രോഗം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഒരാളുടെ മുറിവിൽ നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കുന്നു, എന്നിട്ട് അതിലൊരു തല്ലും കൊടുക്കുന്നു. അപ്പോൾ മുറിവ് എന്ന് ഉണങ്ങും. ഇതുപോലെ ധ്യാനത്തെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. യോഗ കർമ്മസ് കൗശലം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. യോഗം എന്നാൽ കർമ്മത്തിൽ കുശലതയുണ്ടാക്കുക എന്നുള്ളതാണ്. ധ്യാനം എന്നാൽ, മെഡിറ്റേഷൻ എന്നാൽ നമ്മുടെ കർമ്മത്തിൽ ധ്യാനത്തിൻ്റെ റിഫ്ലക്ഷൻസ് കാണപ്പെടണം. യോഗി കർമ്മകുശലതയുള്ളവനായിരിക്കണം. കർമ്മം ചെയ്തിട്ട് അത് തെറ്റിപ്പോയിട്ട് പിന്നെ അതിനെ റീകോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, എന്തു സംഭവിച്ചു എനിക്കപ്പോൾ, ഇങ്ങനെ ചിന്തിച്ച് പശ്ചാത്തപിക്കുന്നതിലല്ല കാര്യം. കർമ്മം ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1, 2, 3 തവണ ചിന്തിച്ചു നോക്കുക, ഞാനിത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. വളരെ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കിരുന്നിട്ടൊരു 2, 3 തവണ പറഞ്ഞു നോക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും.
ഞാൻ പറയാൻ പോകുന്ന ചില സത്യമായിരിക്കാം, ചില സത്യം ഞാൻ വെട്ടിത്തുറന്ന് പറയാറുണ്ട്, എന്നിട്ടും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സത്യം പറയുന്നത് ശരി തന്നെ, പക്ഷെ സത്യം പറയാൻ ഒരു രീതിയുണ്ട്, സഭ്യമായ രീതിയുണ്ട്. സത്യമാണെങ്കിൽ പോലും അതൊരു മാന്യമായ രീതിയിൽ അവതരിപ്പിക്കണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞാലും ഫലം ദുഃഖം തന്നെയായിരിക്കും. സത്യമായിട്ട് ജീവിച്ചാലും ഫലം ദുഃഖം തന്നെയായിരിക്കും. സത്യമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഒപ്പം യുക്തിയോടെ ജീവിക്കാനും കൂടെ അറിയണം. ഏതൊരു കാര്യവും അത് അങ്ങനെയാണ്. ഇതാണ് സന്തുലനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നന്മ കൊണ്ടും ദുഃഖിക്കും നമ്മൾ. നന്മയെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ നന്മ കൊണ്ടും ദുഃഖിക്കും. ഒരേ സാധനം തന്നെ ദുഃഖത്തിനും സുഖത്തിനും വഴിയൊരുക്കാം. ഒരു കൊലപാതകം നടത്താൻ കുത്തുമ്പോഴും കത്തിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഡോക്ടർ ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുമ്പോഴും കത്തിയാണ് എടുക്കുന്നത്. ഒരു വസ്തുവാണത് കത്തി എന്നുള്ളത്. അത് രണ്ട് തരത്തിൽ ഉപയോഗപ്പെട്ടേക്കാം. അതുപോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം നന്നായിട്ട് ചെയ്താലും ചിലപ്പോൾ ദുഃഖം വന്നേക്കാം. കാരണം അത് ചെയ്യുന്ന വിധി തെറ്റിയാൽ ദുഃഖത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നല്ലൊരു രീതി കൂടെയുണ്ട്. സത്യം പാലിക്കുവാൻ ഒരു സഭ്യമായ രീതി കൂടെയുണ്ട്. ഈ സന്തുലനവും ഒരു യോഗിയുടെ ജീവിതത്തിൽ ആവശ്യമാണ്, മെഡിറ്റേറ്ററിന്റെ ജീവിതത്തിൽ ആവശ്യമാണെന്നർത്ഥം. മറ്റു ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് കാലമായി ധ്യാനമെല്ലാം അഭ്യസിക്കുന്നു, എനിക്ക് ദിവ്യ അവബോധമൊന്നും സിദ്ധിച്ചില്ല, ജ്ഞാനമൊന്നും സിദ്ധിച്ചില്ല, സിദ്ധികളൊന്നും ഉണ്ടായില്ല, എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുമില്ലാതിരിക്കാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല എന്നൊക്കെ. സാധിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചാൽ ഇത് തന്നെയായിരിക്കും ഫലം. നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ധ്യാനം ഒരിക്കലും മിറാക്കിൾസിനെ പ്രബോധനം ചെയ്യുന്നില്ല. അത്ഭുതങ്ങളല്ല ധ്യാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രായോഗിക ജീവിതത്തെയാണ് ധ്യാനം പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിൽ ഒരു ചിന്തകളും ഇല്ലാതെയാവുക, ഇതൊക്കെയാണ് ചിലർ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നടക്കാത്ത കാര്യമാണ്. അതൊരു കല്ലിന് നടക്കും, ഒരു ഉണക്ക മരത്തടിക്ക് നടക്കും, ഒരു ഇരുമ്പും കഷ്ണത്തിന് നടക്കും. അതിൽ ചിന്തകൾ ഉണ്ടാവില്ല, കാരണം അതൊരു വസ്തുവാണ്. എന്നാൽ മനുഷ്യാത്മാന്നുള്ളൊരു ചേതനയാണ്. നമ്മൾ മനുഷ്യനായി ജനിച്ചത് ഒരു കല്ലാവാൻ പരിശീലിക്കാനാണോ, ഒരു മരത്തടിയാവാൻ പരിശീലിക്കാനാണോ? യാതൊരു ചിന്തകളും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഇരുന്നിട്ട് എന്താണ് ഗുണം? നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ ലോകത്ത് എത്രയോ ഭീകരവാദികൾ ഈ ലോകത്തെ നശിപ്പിക്കാൻ, ലോകത്തിലെ ക്രമസമാധാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ അവരുടെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അവരത് ചെയ്യുന്നുമുണ്ട്. എന്നാൽ എപ്പോഴാണോ നന്മയുടെ ഭാഗം, ആധ്യാത്മികതയുടെ ഭാഗം ഒരു മനുഷ്യന് ബോധ്യപ്പെടുന്നത്, അയാൾ പിന്നെ ചിന്തകളില്ലാത്തവനാകാൻ പരിശ്രമിക്കുകയാണെങ്കിൽ ആധ്യാത്മികത വളരില്ല. ആധ്യാത്മികതയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരൊക്കെ നിശ്ചിന്ത അവസ്ഥയെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് നന്മയുടെ പക്ഷം മരവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ നിശ്ചിന്തമായ ഒരവസ്ഥയിലേക്ക് എത്തുകയല്ല, ശൂന്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തുകയല്ല ധ്യാനം. ക്രിയേറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ എന്നത് നമ്മുടെ മനസ്സാകുന്ന വാഹനത്തെ ബ്രേക്ക് ഇട്ടിട്ട് ഒരിടത്ത് നിർത്തിയിടുക എന്നുള്ളതല്ല. അതിനെ ശരിയായ രീതിയിൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലക്ഷ്യമായിട്ട് കൺട്രോൾ ഇല്ലാതെ പോകുന്നതിന് പകരം അതിനെ വ്യക്തമായ ദിശാബോധത്തോടു കൂടി ഡ്രൈവ് ചെയ്യുന്നത് തന്നെയാണ് മെഡിറ്റേഷൻ. അത് സ്റ്റോപ്പ് ചെയ്തിടുന്നതിനെ മെഡിറ്റേഷൻ എന്ന് നമ്മൾ പറയാറില്ല. അതൊരു അബോധാവസ്ഥയാണ്, ശരിക്കും ബ്ലാങ്ക്നെസ് ആണ്. മെഡിറ്റേഷൻ ബ്ലാങ്ക്നെസ് ഉണ്ടാക്കാനല്ല നമ്മളെ പരിശ്രമിക്കുന്നത്, ജാഗ്രതയുണ്ടാക്കാനാണ്, ഉണർവുണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് ധ്യാനത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സന്തുലനം സാധ്യമാണ്. എന്നാൽ ശരിക്കും നമുക്ക് ധ്യാനത്തിൻ്റെ ബെനിഫിറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ധ്യാനം പരിശീലിക്കുന്ന ഒരാളിൽ നിന്ന് വേണം അത് പഠിച്ചെടുക്കുവാൻ. ധ്യാനത്തെക്കുറിച്ച് അറിവുള്ള ഒരാളല്ല, അത് പരിശീലിച്ച അനുഭൂതി നേടിയ ഒരാളിൽ നിന്നും അത് പഠിച്ചെടുക്കുക എന്നുള്ള അത്യാവശ്യമാണ്. മാത്രമല്ല, ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചില പഥ്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ചില പഥ്യങ്ങൾ പറഞ്ഞു തരാറുണ്ടല്ലോ. അതുപോലെ ശാരീരികവും മാനസികവും സാമൂഹികവും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കൾച്ചർ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ധ്യാനം പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതൊരു മെഡിറ്റേഷൻ കൾച്ചറാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അഭ്യാസമല്ല, മെഡിറ്റേഷൻ കൾച്ചർ. ധ്യാനം ഒരു കൾച്ചറാണ്. പീസ് ഈസ് അവർ കൾച്ചർ. ആ കൾച്ചറിലേക്ക്, സന്തുലിതമായൊരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു മെഡിറ്റേഷൻ ഫീൽഡ് എല്ലാവരും ചൂസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു. ഓം ശാന്തി. രാജയോഗജ്ഞാനം പരമാത്മാനന്ദ പ്രകാശിതം
രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം രാജയോഗജ്ഞാനം സമസ്തദുരിതമുക്തിതം രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം